എറണാകുളം അങ്കമാലി അയ്യമ്പുഴയിൽ ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി. 2 കാട്ടാനകളാണ് ഇറങ്ങിയത്. കൃഷിയിടങ്ങൾ വ്യാപകമായി നശിപ്പിച്ചു. 3 ആനയുണ്ട്. അത് 2 കൊമ്പൻ ആന ഇന്നലെ രാത്രി 10:30 ഈ റോഡിനിപ്പുറം ജനവാസ മേഖല ജനങ്ങൾ തിങ്ങി പറക്കുന്ന മേഖലയിലേക്ക് കടന്നതിന് ശേഷം ഈ ആന തിരിച്ചു പോയിട്ടില്ല. ഈ ആനയെ തിരിച്ചിറക്കാൻ വേണ്ടി ഫോറസ്റ്റുകാരുടെ ഭാഗത്തുനിന്ന് വളരെയേറെ സ്ലോവിലാണ് അവരുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റുകാർ നമ്മൾ കാണിക്കുന്ന താല്പര്യത്തിന് അത്ര പോലും ഫോറസ്റ്റുകാർ കാണിക്കില്ലാന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. അവർ സ്ഥിരം കാണുന്ന സ്ഥിരം പതിവായിരിക്കാം, അതാരുണ്ടായിരിക്കാം അവർക്ക് ഇത്ര ഒരു ഇത് നമുക്ക് തോന്നാത്ത. ആൻമരിയ സണ്ണിയുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ആൻമരിയ, ഇവരെ ഈ കാട്ടാനകളെ കാട്ടിലോട്ട് തുരത്താൻ സാധിച്ചിട്ടുണ്ടോ? നിലവിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇന്നലെ രാത്രിയാണ് 2 കാട്ടാനകൾ ഈ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. അങ്കമാലി, അയ്യമ്പുഴ, കൊല്ലങ്കോട് ഭാഗത്താണ് ഈ കാട്ടാനകൾ ഇറക്കിയിരിക്കുന്നത്. സ്ഥിരമായിട്ട് ഈ മേഖലകളിൽ കാട്ടാനശല്യം ഉണ്ടാകാറുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. പലതവണയായിട്ട് ഇത് വനംവകുപ്പ് അധികൃതരെയൊക്കെ അറിയിച്ചിട്ടുള്ളതാണ്. കാട്ടാനകൾ ഇറങ്ങുന്ന സമയത്ത് അധികൃതർ സ്ഥലത്തെത്തി ആനകളെ കാട്ടിലേക്ക് കയറ്റിവിടും. പക്ഷേ അതിനുശേഷം വീണ്ടും ഇറങ്ങുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ചില മേഖലകളിലൊക്കെ ഫെൻസിംഗ് ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇനിയും ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഇടങ്ങൾ കൂടിയുണ്ട്. വ്യാപകമായിട്ട് ഈ പ്രദേശം എന്ന് പറയുന്നത് ഒട്ടുമിക്ക ഇടങ്ങൾ കൃഷിയിടങ്ങളാണ്. ഈ കൃഷിയിടങ്ങളെല്ലാം ഇന്നലെ ഇറങ്ങിയ 2 കാട്ടാനകൾ പൂർണ്ണമായിട്ടും നശിപ്പിച്ചൊരു സാഹചര്യമാണുള്ളത്. RRT സംഘമൊക്കെ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വനംവകുപ്പ് അധികൃതർ ഈ കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഡ്രോൺ ഉപയോഗിച്ചിട്ട് വരെയുള്ള പരിശോധനകളും. പക്ഷേ ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉയർന്ന പ്രതിഷേധം എന്ന് പറയുന്നത് ഈ എന്തെങ്കിലുമൊക്കെ ആക്രമണങ്ങൾ ഉണ്ടായതിനു ശേഷം മാത്രമാണ് ഇത്തരത്തിൽ അധികൃതരുടെ ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നത്. അതിനു മുൻപ് ഇതിനനുസരിച്ചുള്ള നടപടികൾ എടുക്കണമെന്നുള്ള ആവശ്യം കൂടി അവരുടെ ഭാഗത്തുനിന്നും ഉയർന്നു വരുന്നുമുണ്ട്. ശരി. എറണാകുളം അങ്കമാലി അയ്യമ്പുഴയിലാണ് ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങിയത്. ഈ ആനകളെ വനത്തിലേക്ക് തുരത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻമരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.